കുറേ ദിവസത്തിന് ശേഷം അമ്മ പണിക്ക് പോവാണ് കേട്ടോ. ഇത്രയും ദിവസം ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഇരുന്നിട്ടേ, അപ്പോൾ കുറേ ദിവസമായി പണിയൊക്കെ ഉണ്ടായിട്ട്, അപ്പോൾ ഇന്നൊരു പണി കിട്ടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ചായയുടെയൊക്കെ കഴിഞ്ഞ് അപ്പം അങ്ങനെ അമ്മ ഇതാ പണിക്ക് പോയി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ ചായയുടെയൊക്കെ കഴിഞ്ഞു, ധോനി ബേബി എണീച്ച് അവൾക്ക് കഴിക്കാൻ കൊടുക്കലൊക്കെ കഴിഞ്ഞ് അടിച്ചു വാരലും അരിയടുപ്പത്തിടലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് തന്നെ സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിച്ചു വാരൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ നല്ലൊരു അബദ്ധം പറ്റി കേട്ടോ. നല്ല പൊടിയും കാര്യങ്ങളൊക്കെ കേട്ടോ. ആ പൊടി കാരണം നമുക്ക് അടിച്ചു വാരുമ്പോഴേ നല്ല പൊടി തൂകുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞിട്ടെങ്കിൽ എന്താണെന്നറിയോ, നമ്മളിതിങ്ങനെ കോൺക്രീറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്തേ, അതായത് നമ്മൾ നിലം കോൺക്രീറ്റ് ഒക്കെ ചെയ്യലോ, വീട് പണി കഴിഞ്ഞിട്ട് തറ കോൺക്രീറ്റ് ചെയ്യലോ, ആ സമയത്ത് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത സമയത്ത് തന്നെ നമുക്കിങ്ങനെ ഈ സിമെൻറ്റ് ഇങ്ങനെ കലക്കി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ കുറച്ചും കൂടി ഒരു മിനുസം കിട്ടുകയോ ഒക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിപ്പോൾ അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഭയങ്കര പൊടി. പിന്നെ തേപ്പും കൂടി കഴിഞ്ഞതിന് ശേഷം ഈ തേപ്പിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കേട്ടോ, നല്ല പൊടിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അങ്ങനെ ചെയ്തിരിക്കുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ തോരങ്ങനെ അടിച്ചു വാരിയിട്ടും തുടച്ചിട്ടൊക്കെ ആയി അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് നല്ല മിനുസം വന്നായിരുന്നു നേരം കേട്ടോ. അപ്പം അങ്ങനെ ഇതാ അമ്മ 10 മണിക്ക് ഇതാ ചായ കുടിക്കാനൊക്കെ വന്നതാണ്. അങ്ങനെ ഇതാ ചായ കുടിയൊക്കെ കഴിഞ്ഞ് അമ്മ 10 മണിക്ക് ചായ കുടിക്കുക എന്ന് നമ്മൾ പറയും, പക്ഷേ അമ്മ വന്നിട്ട് കഞ്ഞിയാട്ടോ കുടിച്ചത്. അപ്പം അങ്ങനെ കഞ്ഞികുടിയൊക്കെ കഴിഞ്ഞ് കൂട്ടത്തിൽ 2 വായ കുഞ്ഞാറ്റയ്ക്കും വാരിയൊക്കെ കൊടുത്തിട്ട് അമ്മ അങ്ങനെ ഇതാ ഇനിയിപ്പോൾ മടാൾ തേക്കുകയാണ് കേട്ടോ. ഒന്ന് കാട് വെട്ടലാന്നൊക്കെ പറഞ്ഞിട്ട് മടാൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ അവിടെ പോയപ്പോഴാണ് പറഞ്ഞത് മടാൾ വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ പുല്ല് പറക്കിലും അവർക്ക് മരം ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുക, അങ്ങനെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുകയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വർക്ക് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത് അമ്മ മാടാളൊക്കെ തേച്ചെടുക്കുക. അപ്പോഴത്തേനും ഞാനിതാ കുഞ്ഞാറ്റേനെ കുളിപ്പിക്കാൻ എന്തായാലും ഞങ്ങൾ കുളിക്കേണ്ടത് ഒരു ടാസ്ക്കാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ എണ്ണ തേപ്പിക്കാൻ തുടങ്ങിയപ്പോഴത്തേന് തന്നെ ആളൊരു വഴിക്ക് ഓടിയിരിക്കുന്നു കേട്ടോ. ഇനി അവളെ പിടിച്ച് വലിച്ചൊക്കെ കൊണ്ടുവന്നിട്ട് വേണം ബാക്കി എണ്ണ തേക്കലൊക്കെ കേട്ടോ. എപ്പോഴും ഇങ്ങനെ തന്നെ, മുടി തൊടണമൊന്നും ഇഷ്ടമല്ല, മുടി വാരണത്, അതേപോലെ മുടി കെട്ടുന്നത്, പിന്നെ എണ്ണ തേക്കുന്നത്, മുടിയിൽ തൊടുന്നതേ ആൾക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇതാ അപ്പോൾ ആൾ കിടന്നു കേട്ടോ. ഇത്ര നേരം ഇരിക്കുകയായിരുന്നു, ഇപ്പം കിടന്നു. അപ്പം ഇനി കിടന്നിട്ടെങ്കിലും കിടന്നിട്ട് എണ്ണയൊക്കെ വലിച്ച് വാരിയിട്ടൊക്കെ പിടിച്ച് വലിച്ചൊക്കെ അവളെ തേപ്പിച്ചു കേട്ടോ. അല്ലെങ്കിൽ സമ്മതിക്കില്ല, അവളിങ്ങനെ വില്ല് വളയും പോലെ ഇങ്ങനെ വളഞ്ഞൊക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ അവസ്ഥ, ഞങ്ങളുടെ യുദ്ധം. ഞാനും ധോനി ബേബി നേരം വെളുത്താൽ ഞങ്ങൾക്ക് ഈ യുദ്ധം ഒന്ന് കഴിഞ്ഞ് കിട്ടുമ്പോഴത്തേന് നല്ലൊരു പാടാട്ടോ. പാട് എന്ന് പറഞ്ഞ പോലെ പെടാപ്പാടാണേ. അപ്പം അങ്ങനെ അമ്മ 10 മണിക്ക് കഞ്ഞി കുടിക്കാൻ വന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പം അമ്മ കഞ്ഞി കുടിക്കാൻ വന്നപ്പോൾ എന്തോ ഭാഗ്യത്തിന് 2 വായ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ ഒന്ന് കഴിക്കാൻ കൊടുത്തപ്പോൾ പുട്ടായിരുന്നു കേട്ടോ. പുട്ട് കൊടുത്തപ്പോൾ ആൾ കഴിച്ചേയില്ല കേട്ടോ. അപ്പം എന്നാൽ ശരി, എന്നാൽ കഞ്ഞി എന്തെങ്കിലും കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിന്. കുളിപ്പിക്കലും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് കൊടുത്തു അതിനിടയ്ക്ക് കേട്ടോ. അപ്പോൾ 2 ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി എന്തായാലും കുളിപ്പിച്ചതിന് ശേഷം ഇനി കഴിക്കാൻ കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവളൊന്ന് കുളിപ്പിക്കാൻ വേണ്ടി നിൽക്കണം കേട്ടോ. അപ്പോൾ എണ്ണ ഒന്ന് തേച്ച് കിട്ടാനാണ് പ്രയാസം. പിന്നെ കുറേ പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അമ്മേനെ എന്തിനാ ജോലിക്ക് പറഞ്ഞു വിടണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അമ്മേനെ ജോലിക്ക് പറഞ്ഞു വിടണമല്ലേ, ഞങ്ങൾ ചെറുതാകുമ്പോഴേ അമ്മ അങ്ങനെ കുഞ്ഞുനാളിലേ അമ്മ അങ്ങനെ ജോലിക്കൊക്കെ പോയി തുടങ്ങിയത് കാരണം അമ്മയ്ക്ക് പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുന്ന ഇഷ്ടമേ ഇല്ല കേട്ടോ, വീട്ടിലിങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കണതൊന്നും. അപ്പം അമ്മ പറയും വെയ്ക്കണോടത്തോളം കാലം വെയ്ക്കണ പോലെ പോകട്ടെ, വെറുതെ വീട്ടിൽ ചടഞ്ഞിരുന്നാലും അസുഖങ്ങളും ടെൻഷനും കാര്യങ്ങളൊക്കെ വരുള്ളൂ. ഇതിപ്പോൾ കുറേ ആൾക്കാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇടപഴകുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വലിയ ടെൻഷനൊന്നും ഇല്ലാതെ അങ്ങനെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അങ്ങനെ പോണതാണ് കേട്ടോ. ഞങ്ങൾ കുറേ പോകണ്ടെന്നൊക്കെ പറഞ്ഞു, പക്ഷെ ആൾ പോകും കേട്ടോ. അപ്പം അങ്ങനെ അത് അമ്മയൊക്കെ പോയി. അമ്മ പോയതിന് ശേഷം ചോറൊക്കെ വറുത്ത് വെച്ച്, ചോറ് വറുത്ത് വെച്ചതിന് ശേഷം അമ്മ ഇന്ന് ചോറ് വറുത്ത് വെച്ചപ്പോൾ തന്നെ അമ്മ വന്നു കേട്ടോ. അപ്പോൾ വന്നതിന് ശേഷം അമ്മ ഇന്നെടുത്ത് കഞ്ഞിയൊക്കെ എടുത്ത് കുടിച്ചിട്ട് പോയിട്ട് ഇനി കറി വെക്കണം. അപ്പം ഞാൻ കുറച്ച് തുണികളൊക്കെ അലക്കണ്ടായിരുന്നു, നല്ല വെയിൽ കേട്ടോ. അപ്പോൾ വെയിലുള്ള സമയത്താണ് അലക്കിയിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കുട്ടിയുടെ കുറച്ച് ഡ്രസ്സും അതുപോലെ അമ്മയുടെ എൻ്റെ ഓരോ ജോഡി ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗം പെട്ടെന്ന് അതൊക്കെ അലക്കിയിട്ടു. ധോനി ബേബി ഉറങ്ങിയിട്ടില്ല കേട്ടോ, കുളിപ്പിച്ച് കഴിക്കാൻ കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. താഴത്തെ സുഖമില്ലാത്ത മേമേനെയും വിളിച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ചിലപ്പോൾ മേമയ്ക്ക് പണി കൊടുക്കും അവള്, എന്തെങ്കിലും പറഞ്ഞിങ്ങനെ വാശി പിടിച്ചോണ്ടേ ഇരിക്കും. അപ്പോൾ അവിടെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് വന്ന് ഇരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആളോട്. അങ്ങനെ ആളെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ പോകുമ്പോഴത്തേനും എന്താ പാടുന്ന് അറിയില്ല. അപ്പോൾ അലക്കലൊക്കെ കഴിഞ്ഞു. അലക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ തലേദിവസം അമ്മയുടെ വിരിയും പുതപ്പും എല്ലാം അലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ. അതെല്ലാം കൂടി ഒന്ന് മടക്കി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മഴ എങ്ങാനും പെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ അലക്കിയിട്ട ഡ്രസ്സുകളൊക്കെ ഇങ്ങോട്ട് ഷെഡിക്ക് എടുത്തിടാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനതെല്ലാം മടക്കി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടാ. അപ്പം അതിന് ശേഷം അതാ കറി വയ്ക്കാനുള്ള തയ്യാറെടുക്കില്ല.
അപ്പം കറി വെക്കാനൊന്നുമില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ എന്ന് നോക്കുമ്പോഴാട്ടോ ഒരു 5-6 വെണ്ടയ്ക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ കോളടിച്ചല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ നോക്കുമ്പോൾ 2 സവോള ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാര്യം റെഡിയായി. അപ്പോൾ എന്തായാലും ഇന്ന് വെണ്ടയ്ക്കാപ്പുളി വെക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വെണ്ടയ്ക്കാപ്പുളി വെക്കാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. അപ്പോൾ ഇനി വെണ്ടയ്ക്ക എന്തായാലും നുറുക്കി ഞാൻ എന്തായാലും വാട്ടിയെടുക്കട്ടെ. ഗ്യാസിലാണ് കേട്ടോ വെക്കണത്. ഞാൻ അലക്കി കഴിഞ്ഞൊക്കെ വന്നപ്പോഴത്തേനും അടുപ്പിൽ തീയൊക്കെ ആറിപ്പോയിരിക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വെണ്ടയ്ക്ക കറിയൊക്കെ അടുപ്പത്ത് വെച്ച സമയം കൊണ്ട് ഇതാ അമ്മ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനും വന്നു കേട്ടോ. അപ്പോൾ ആളിതാ ഇപ്പോഴും കാർട്ടൂൺ കണ്ടുകൊണ്ടേ ഇരിക്കുന്നതാണ് കേട്ടോ. ആളവിടെ നിന്ന് എണീച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇതാ വെണ്ടയ്ക്കയും സവോളയൊക്കെ വാട്ടിയൊക്കെ അടുപ്പത്ത് കയറ്റിയപ്പോഴത്തേനും ഇനിയിപ്പോൾ എന്തായാലും അത് വെന്ത് വരുമ്പോഴത്തേന് കടുക് താളിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കറിവേപ്പില പറിക്കാൻ പോവുകയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ എപ്പോഴത്തെയും ശീലമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടാണ് അമ്മയ്ക്ക് പ്രത്യേകിച്ച് കേട്ടോ. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച സമയത്ത് എന്നിട്ടാണ് നമ്മൾ കറിവേപ്പിലേക്ക് ഓടുള്ളൂ കേട്ടോ. ചിലപ്പോൾ അമ്മ കടുകൊക്കെ ഇട്ട് കടുക് പൊട്ടിത്തെറിച്ച് അതേപോലെ കടുക പൊട്ടിക്കഴിഞ്ഞ് അതൊരു വിധം കരിഞ്ഞു കാണും കേട്ടോ. അപ്പോഴത്തേനാണ് കറിവേപ്പിലയും കൊണ്ട് ആളെത്തുള്ളൂ. അപ്പം അമ്മയ്ക്കാണ് എപ്പോഴും ആപദം പറ്റാറ് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ചായിരുന്നതാണ് കേട്ടോ. എപ്പോഴും ഞാൻ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വെണ്ടയ്ക്കൊക്കെ വാട്ടി തക്കാളിയൊക്കെ നുറുക്കിയിട്ട് എല്ലാം റെഡിയാക്കി വരുന്നുണ്ട് കേട്ടോ. ഞാനെല്ലാം ആദ്യം തന്നെ എല്ലാം റെഡിയാക്കി വെക്കും. കറിവേപ്പിലയാണെങ്കിലും എല്ലാം എടുത്ത് വെച്ചിട്ടാണ്. അതുപോലെ ഉള്ളിയും മുളകും എന്തെങ്കിലും അരിഞ്ഞ് റെഡിയാക്കുകയാണെങ്കിലും ശരി കേട്ടോ. തക്കാളി മാത്രമേ ഞാൻ അരിഞ്ഞ് വെക്കാറില്ല കേട്ടോ. തക്കാളി പിന്നെ മറ്റുള്ള കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് ആഡ് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം കഴുകി വൃത്തിയാക്കി അവിടെ കൊണ്ടുവന്ന് വെക്കും. അരിഞ്ഞിടൽ പിന്നെ നമുക്ക് കറിയുടെ കഷ്ണങ്ങളൊക്കെ വെന്തതിന് ശേഷം തന്നെ കേട്ടോ. അപ്പം ഇന്ന് വെണ്ടയ്ക്കപ്പുളി വയ്ക്കണ തേങ്ങയൊന്നും അരയ്ക്കാറില്ല കേട്ടോ. വെണ്ടയ്ക്കപ്പുളി വയ്ക്കുമ്പോൾ തേങ്ങ അരയ്ക്കാതെ തന്നെ വെക്കുന്നത്. അപ്പോൾ വെണ്ടയ്ക്കപ്പുളി വയ്ക്കുന്നത് തേങ്ങ അരയ്ക്കാതെയാണ് അമ്മയ്ക്കൊക്കെ ഇഷ്ടം കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് 2 പേർക്കും മതിയല്ലോ, കുറച്ച് മതിയല്ലോ. മോളാണെങ്കിൽ അവൾ കൂട്ടൊന്നുമില്ല, കറിയൊന്നും കൂട്ടാനായിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇനി എന്തായാലും ഇനിയിപ്പോൾ ഇതൊന്ന് താളിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ കറിവേപ്പില ഞാൻ അപ്പുറത്ത് കഴുകി വെച്ചിരിക്കുകയായിരുന്നു. അതേപോലെ തന്നെ കടുകും തന്നെ അപ്പുറത്തായിരുന്നു കേട്ടോ. അമ്മയൊക്കെ വന്നു. അമ്മ അപ്പോൾ വന്നപ്പോൾ ഇവൾ വാശി പിടിക്കുന്നുണ്ട് എന്നിട്ട് തന്നെ കേട്ടോ ഉറങ്ങാനൊക്കെ വേണ്ടിയിട്ടേ. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു കുറച്ച് ഉണക്കമീൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഉണക്കമീനും കൂടി ഒന്ന് കഴുകി തരുമെന്ന് ചോദിച്ചപ്പോൾ അമ്മ അതാ ഉണക്കമീൻ കഴുകുന്നുണ്ട് കേട്ടോ. മാന്തള മീനാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ ചിക്കൻ പൊടിച്ചുകൊണ്ട് പിന്നെ അതിലേക്ക് ആരും അങ്ങനെ ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ കൂട്ടി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇങ്ങനെ പോയി നോക്കുമ്പോഴാണ് കറി വെക്കാനും ഒന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഞാൻ പോയി നോക്കിയത്. അപ്പോൾ നോക്കുമ്പോൾ ചാറ് വെക്കാനിരിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു പോവും. അപ്പോൾ ചാറ് വെക്കാനിരിപ്പുണ്ട്. അതേപോലെ തന്നെ മീൻ പൊരിക്കും ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ചു. അയ്യോ ഇന്നത്തെ ദിവസം ഗോളടിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ടോ ഞാനപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ നാളത്തെ കാര്യം നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ അമ്മ മീനത് നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മീനും കൂടി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇനി അമ്മ അത് നന്നാക്കിയിട്ട് മസാല പുരട്ടി തരാമെന്നൊക്കെ വിചാരിച്ച് അമ്മ പറഞ്ഞു കേട്ടോ എന്നോട്. അല്ലെങ്കിൽ ഇനി എൻ്റെ കയ്യിലാക്കിയിട്ടുണ്ടെങ്കിൽ ധോനി ബേബിക്ക് ഇനി എന്തെങ്കിലും ഒന്ന് കഴുകുക പിടിക്കുക അവളെന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ ഇനി കൈ നീറിയല്ലോ എന്ന് പേടിച്ചിട്ടേ. അപ്പോഴത്തേനും അവൾ ഒരേ വാശി പിടിക്കല്ലോ കേട്ടോ. അപ്പോഴത്തേനും ഉറക്കം വരാൻ തുടങ്ങിയിരിക്കുന്നു. സമയം അപ്പോഴത്തേനും ഒരു 1:30 മണിയൊക്കെ ആയിരിക്കുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും അവളെ ഒന്ന് കിടത്തി ഉറക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ടി കൊണ്ടുവന്ന് ആട്ടട്ടെ പറഞ്ഞു. അപ്പോൾ അമ്മ ആ സമയം കൊണ്ട് അമ്മേനെ മസാലയൊക്കെ പുരട്ടി മീനിൽ മസാലയൊക്കെ പുരട്ടി കേട്ടോ. മീനിൽ മസാലയൊക്കെ പുരട്ടിയിട്ട് അമ്മേനെ എല്ലാം റെഡിയാക്കി അടുപ്പത്ത് വെക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഒരു ആശ്വാസമല്ല എന്താണെന്ന് വെച്ചാൽ ഇനി ഇവളെ ആട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇവള് ഭയങ്കര ബഹളമായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മീനൊക്കെ അടുപ്പത്ത് കയറി മീനൊക്കെ പൊരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ധോനി ബേബി ഉറങ്ങി കേട്ടോ. പാവം നല്ല ഉറക്കത്തിലാണ് ആൾ കേട്ടോ. അപ്പോൾ അമ്മ മീനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് പാവം സിറ്റൗട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കുക. അപ്പോൾ അങ്ങനെ മീൻ പൊരിക്കലൊക്കെ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ മീനൊക്കെ മറിച്ചിട്ട് പൊരിച്ചെടുത്ത് റെഡിയാക്കിയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ നിൽക്കുക കേട്ടോ. അത് നമ്മുടെ വെണ്ടയ്ക്കപ്പുളി അടിപൊളിയല്ലേ, കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് തോന്നുന്നില്ലേ. അങ്ങനെ ചോറൊക്കെ ആയി ഞങ്ങളിതാ ചോറൊക്കെ വിളമ്പിട്ടോ. അപ്പോൾ മീൻ പൊരിച്ചതും വെണ്ടയ്ക്കപ്പുളി നാരങ്ങാച്ചാറാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അമ്മ ഇപ്പോൾ പോവുമല്ലോ. ഇനിയിപ്പോൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അമ്മ പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും അതേപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. നിങ്ങളുടെ ആ കമൻ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ പറ്റുന്ന പോലെ എല്ലാവർക്കും ഞാൻ റീപ്ലൈയും കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ പഴയ നമ്മുടെ വ്യൂവേഴ്സ് ആരും നമുക്ക് മെസ്സേജ് ഒന്നും കാണാറേ ഇല്ല കേട്ടോ. എന്ത് ഉണ്ടാകുന്ന അറിയില്ല. ചിലവർ പിന്നെ ലൈവ് വരുമ്പോഴൊക്കെ കാണാറുണ്ട് കേട്ടോ. മെസ്സേജ് ഇടാറൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷം. എല്ലാവരും നമ്മളെ മറന്നു പോകരുത് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.